ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെരിക്കോസ് വെയിനിൽ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. വെരിക്കോസ് വെയിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് ആളുകളിലേക്ക് ഈ വെരിക്കോസ് വെയിന്റെ പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് വീണ്ടും നമുക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന്. അപ്പൊ വെരിക്കോസ് വെയിനിൽ നമ്മൾ സാധാരണ വെരിക്കോസ് വെയിൻ വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്ന അവസരത്തിൽ, ഒരുപാട് നേരം ഇരിക്കുന്ന അവസരങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും വെരിക്കോസ് വെയിന്റെ അസ്വസ്ഥതകൾ വരുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈവൻ ഹൗസ് വൈഫ്, നമ്മൾ പലപ്പോഴും സെക്യൂരിറ്റി ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ ലെക്ചേഴ്സ്, ടീച്ചേഴ്സ്, നഴ്സുമാര്, അതേപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ഈ ട്രാഫിക് പോലീസ്, ഇവരുടെയൊക്കെ പേര് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ വീടുകളിൽ അമ്മമാര് ഒരു ഫുൾ ടൈം ജോലിയിൽ തന്നെയാണ് അല്ലെ, ഫുൾ ടൈം കിച്ചണിൽ വർക്കിലായിരിക്കും. അങ്ങനെ ഒരുപാട് നേരം നിൽക്കുന്നത് കൊണ്ട് അത്തരം ആളുകളെയും നോർമൽ ആയിട്ടുള്ള ആളുകൾക്കും ഇങ്ങനത്തെ അവസ്ഥകൾ വരുന്നത്. ഇതിൽ വേറൊരു സംഭവവും ഇല്ല. നമ്മൾ കുറെ നേരം നിൽക്കുക, കുറെ നേരം ഇരിക്കുക, ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കിത് വരാറുണ്ട്. അതുപോലെ ബാങ്ക് കാഷ്യേഴ്സ് ഒക്കെ ഫുൾ ടൈം ഇരിക്കുന്ന ജോബാണ് അല്ലെ. അപ്പൊ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടെ കാലില് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. അപ്പൊ അത് തന്നെയാണ് കൂടുതൽ നേരം നിൽക്കുമ്പോഴും കൂടുതൽ നേരം ഇരിക്കുമ്പോഴും സംഭവിക്കുന്നത്. ഇനി അതൊരു കാറ്റഗറി. പിന്നെ വരുന്നത് നമ്മുടെ സ്ത്രീകളിലാണ്. അത് ഗർഭസമയത്ത് അല്ലെങ്കിൽ പ്രസവ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഓവർ സ്ട്രെയിൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാം. ഹോർമോണൽ ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ് പ്രസവത്തിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ, പിന്നെ അമിതമായിട്ട് ശരീരഭാരം കൂടുന്ന അവസരത്തില് സ്ത്രീകളിൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രസവ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ടും നമുക്ക് വരാം. അല്ലാതെ ഇപ്പൊ പുരുഷന്മാരും വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആളുകൾക്കും ഇത്തരം ഇഷ്യൂസുകൾ വരുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് പലപ്പോഴും ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്റെ ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും ഒന്നും കൂടിയും പറയാം. നമ്മുടെ കാലില് 2 തരത്തിലുള്ള ധമനികളുണ്ട്. അപ്പൊ കാലില് എന്താ പറയാ, കാലിന്റെ തൊട്ടടിയിലുള്ള ധമനികളിനെ നമ്മൾ സൂപ്പർഫിഷ്യൽ വെയിൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ കാലിന്റെ അല്ലെങ്കിൽ മസിലിന്റെ അടിയിലുള്ള, അതായത് കാലിന്റെ തൊട്ടടിയിലുള്ളത് സൂപ്പർഫിഷ്യൽ വെയിൻസ്, മസിലിന്റെ അടിയിലുള്ള ധമനികളെ നമ്മൾ പറയുന്നത് ഡീപ്പ് വെയിൻസ് എന്നാണ്. അങ്ങനെ 2 ടൈപ്പ് വെയിൻസ് ആണുള്ളത്. അപ്പൊ ഈ തൊലിക്കടിയിലുള്ള, അതായത് നമ്മുടെ കാലിന്റെ തൊട്ടടിയിലുള്ള ധമനികൾ ഉണ്ടല്ലോ, ഇത് തടിച്ച് വീർത്ത് വളഞ്ഞു പൊളഞ്ഞൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അതാണ് ഈ വെരിക്കോസ് വെയിന്റെ ഒരു പെട്ടെന്ന് കാണുമ്പോൾ ഉള്ള അതിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയായിരിക്കും. അത് നല്ല രീതിയിൽ തടിച്ച് വീർത്ത് അതിന്റെ കളർ ചേഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ നല്ല രീതിയിൽ നീലിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്, ചിലപ്പോൾ നല്ല രീതിയിൽ റെഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ ഈ 2 കളറിലും നമുക്ക് കാണാനായിട്ട് കഴിയും. നല്ല തടിച്ച് വീർത്തിരിക്കുന്നതായിട്ട് കാണാം, അതുപോലെ വളഞ്ഞു പൊളഞ്ഞൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാം. ഇതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വാൽവുകളിൽ ഉണ്ടാകുന്ന തകരാറുകളാണ്. അപ്പോൾ എന്ത് വാൽവുകളിലാണ്? സൂപ്പർഫിഷ്യൽ വെയിൻസിലെ ചില വാൽവുകളുണ്ട്, അതിലുണ്ടാകുന്ന അപാകതയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ചിലപ്പോൾ അത് വളരെ താൽക്കാലികമായിട്ടായിരിക്കും അതിന് തകരാറ് സംഭവിച്ചിട്ടുള്ളത്, ചിലപ്പോൾ അത് ഫുള്ളി ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ അവസ്ഥകളും വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചികിത്സിക്കേണ്ടതാണ് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് സാധാരണയായിട്ട് ഈ നമ്മുടെ കാലുകളിലെ ധമനികൾ എന്താ ചെയ്യുന്നത്? അശുദ്ധമായിട്ടുള്ള രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചു പമ്പ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലെ. അതായത് ഹൃദയത്തിൽ നിന്ന് നല്ല രക്തം നമ്മുടെ കാലുകളിലേക്ക് മാത്രമല്ല എല്ലാ ഓർഗൻസിലേക്കും പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് വരുന്നതാണ് ആർട്ടറീസ് വഴി. അത് തിരിച്ച് വെയിൻസുകൾ വഴിയാണ് നമ്മുടെ ഹാർട്ടിലേക്ക് തിരിച്ചു പമ്പ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ നിർഭാഗ്യവശാൽ ഈ വാൽവുകൾക്ക് തകരാറ് വരുന്നത് കൊണ്ട് തന്നെ അത് തിരിച്ചു പമ്പ് ചെയ്യാതിരിക്കപ്പെടുക, അത് അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കാനായിട്ട് ഉണ്ടാവുകയാണ്, രക്തം കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിനെന്ത് സംഭവിക്കുന്നത്? ഈ ധമനികൾ തടിച്ചു തീർക്കാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 8 കാര്യങ്ങളെ കുറിച്ച് പറയാം കേട്ടോ. അപ്പൊ ലക്ഷണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിലൊക്കെ ഇത് വളരെയധികം വേറെ ഇഷ്യൂസുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് കാണുമ്പോൾ ഒരു അഭംഗി, ആ ഒരു ഇതിൽ മാത്രം, അതായത് ഇതിങ്ങനെ തടിച്ചിരിക്കുന്നു, കാണുമ്പോൾ ഒരു മറ്റുള്ളതിൽ കവിഞ്ഞൊരു വ്യത്യാസം തോന്നും. അതായത് കോസ്മെറ്റിക് ആയിട്ട് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു അഭംഗി ഫീൽ ചെയ്യും. പക്ഷേ ഇത് തുടക്കത്തിൽ അത്രയും ഇഷ്യൂസേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം
സിവിയാരിറ്റി കൂടുന്തോറും എന്ത് സംഭവിക്കും? കടച്ചിൽ വരും, വേദന വരും, കുറെ നേരം നമ്മൾ നിൽക്കുന്ന ജോബൊക്കെ ആണെങ്കിൽ നീര് വരും. മനസ്സിലായോ? അങ്ങനത്തെ അവസ്ഥകളിലേക്കൊക്കെ പോകും. പിന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കും? ഭയങ്കര ചൊറിച്ചിൽ വരും, കണങ്കാലിലൊക്കെ നല്ല രീതിയിൽ അൾസർ ഫോം ചെയ്യും. അപ്പൊ കണങ്കാലിൽ അൾസർ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം പ്രമേഹമുള്ളവരൊക്കെയാണ് ഈ അൾസർ വരുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, പ്രമേഹമുള്ളവർ കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിന് ഗ്രാജുവലി നമുക്കതൊരു വലിയ പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരം രീതിയിലാണ് അതിന്റെ സിവിയാരിറ്റി കൂടി കൂടി വരുന്നത്. ഓക്കെ, ഞാനൊരു ചെറിയൊരു ഔട്ട്ലൈൻ പറയുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് വേണ്ടിയിട്ട്. അപ്പൊ തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ 100% നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കുറച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ കഴിയുള്ളൂ. 100% നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, പിന്നെ 8 കാര്യങ്ങൾ ഞാൻ ഇനി 8 കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറെ നേരം നിൽക്കാനും പാടില്ല, കുറെ നേരം ഇരിക്കാനും പാടില്ല. ഇനി അങ്ങനത്തെ ജോലിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ പൊസിഷൻ മാറിയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ കാലുകളിലുള്ള രക്തോട്ടം കുറയ്ക്കാതെ കൂട്ടാനായിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടാണ് പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറയണത്. അല്ലെങ്കിൽ അവിടെ വീണ്ടും നമുക്ക് ഈ വെരിക്കോസ് വെയിന്റെ പ്രശ്നം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓയിൻമെന്റും തൈലങ്ങളൊക്കെ എന്തായാലും ഈ വെരിക്കോസ് വെയിൻ പ്രശ്നമുള്ളവർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ താഴെ നിന്ന് മുകളിലേക്കായിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് മുകളിൽ നിന്ന് താഴേക്കായിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അത് മാറ്റിയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. മുകളിൽ നിന്ന് താഴോട്ട്, കാര്യം നമുക്ക് ബാക്ക് ഫ്ലോ ആണല്ലേ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് മുകളിലോട്ട് തൈലമായാലും ഓയിൽമെന്റ് ആയാലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അത് നമ്മുടെ വാൽവുകൾക്ക് കംപ്ലൈന്റ് ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ വാൽവുകളെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ തടവുന്ന സമയത്ത് ഭയങ്കര ശക്തിയായിട്ട് പലരും ചെയ്യുന്ന ഒരു തെറ്റിദ്ധാരണയാണത്. തെറ്റായൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ തടവുമ്പോൾ നല്ല രീതിയിൽ പ്രഷർ അങ്ങോട്ട് അമർത്തിയിട്ടൊക്കെ തടവുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ തിരുമും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ രക്തം കട്ട പിടിക്കാനും, ഓൾറെഡി അവിടെ ആ വെയിൻസ് ഒക്കെ ഡാമേജ്ഡ് ആണ്. അപ്പൊ നല്ല രീതിയിൽ ശക്തിയിൽ ചെയ്യുന്ന സമയത്ത് ആ രക്തത്തിൽ കട്ട പിടിക്കാനും അത് രക്തക്കുഴലിലൊക്കെ ഇങ്ങനെ ഭിത്തിയിൽ പറ്റി പിടിച്ചിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് വലിയ പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ നല്ല ശക്തിയിൽ തിരുമാനായിട്ട് പാടില്ല. അത് ത്രോംബസ് എന്ന കണ്ടീഷൻ, അതായത് ഈ കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ഈ ത്രോംബസ്. ആ ഒരു കണ്ടീഷനായിട്ട് മാറും. ഇത് ചെറിയ രക്തക്കുഴലിലൊക്കെ ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കാനായിട്ടും സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഒരിക്കലും നല്ല ശക്തിയിൽ തിരുമരുത്. വളരെ ലൈറ്റ് ആയിട്ട് തലോടി അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് മുകളിൽ നിന്ന് താഴോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങളിലേക്ക് പോകും. പക്ഷാഘാതം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ആ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അമിതമായിട്ട് ചൂട് വെക്കാനും പാടില്ല. നമ്മൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു പൊടിക്ക് ചൂടാക്കുക. അതൊന്ന് എണ്ണ ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെറുതായി ചൂടാക്കാനായിട്ട് പറയുന്നത്. അല്ലാണ്ട് നല്ല ചൂടോടുകൂടി അങ്ങ് അപ്ലൈ ചെയ്യരുത് കേട്ടോ ഒരിക്കലും. അതും തെറ്റായ കാര്യമാണ്. പിന്നെ എപ്പോഴും രാത്രി സമയത്ത്, നാലാമത്തെ കാര്യം, രാത്രി സമയത്ത് കാല് എപ്പോഴും പൊക്കി വെക്കുക. അപ്പൊ കാല് എങ്ങനെ പൊക്കി വെക്കേണ്ടത്? 2-3 പില്ലോസ് വെച്ചിട്ട് കാല് പൊക്കി വെക്കുക. അതായത് ഹൃദയത്തിനേക്കാളും കുറച്ച് മുകളിലോട്ട് പൊങ്ങി വെക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പൊക്കി വെക്കുക. അപ്പൊ എന്താണ്? ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് വരാനായിട്ട് ഇത് ഉപകരിക്കും. ഓക്കെ, അപ്പൊ രാത്രി സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. കിടക്കുമ്പോൾ ഏത് സമയത്തായാലും, ഡേ ടൈം ആയാലും നൈറ്റ് ടൈം ആയാലും നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ചൊറിച്ചിലും അൾസറൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ചെയ്യാം. പിന്നെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശരീരഭാരം നല്ല രീതിയിൽ കുറയ്ക്കുക. കാര്യം ശരീരഭാരം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ കാലുകളിലും വെയിറ്റ് കൂടും അല്ലെ? അതനുസരിച്ച് നമ്മുടെ കാലുകളും നല്ല വണ്ണം വെക്കും. അപ്പൊ ഈ വെയിൻസിന്റെ പ്രശ്നങ്ങളും ബ്ലഡ് സർക്കുലേഷന്റെ പ്രശ്നങ്ങൾ കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ വെരിക്കോസ് വെയിൻ കൂടും സാഹചര്യത്തിൽ. അപ്പൊ ഇപ്പോഴും സ്ത്രീകളായാലും പുരുഷന്മാരായാലും തടി കുറയ്ക്കുക. വെരിക്കോസ് വെയിൻ ഉള്ളത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ആറാമത്തെ കാര്യം എന്ന് വെച്ചാല് കംപ്രഷൻ സ്റ്റോക്കിങ്സ്, അതേപോലെ തന്നെ ബാൻഡേജുകൾ, ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അത് കംപ്രഷൻ സ്റ്റോക്കിങ്സ് നമുക്ക് രാവിലെയൊക്കെ പണി ചെയ്യുമ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇത് നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ട് നമുക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ബാൻഡേജ് ആണെങ്കിൽ രാത്രി ഉപയോഗിക്കാം. അത് കെട്ടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, മുകളിൽ നിന്ന് താഴോട്ട് കെട്ടി അത് നല്ല രീതിയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉപയോഗിക്കുക. ഇത് നല്ലതാണ്. നമുക്ക് ആ ഒരു വേദനയും നീരൊക്കെ കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ 7ാമത്തെ കാര്യം, രക്തശുദ്ധി വരുത്തുന്ന ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കെട്ടിക്കിടക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ രക്തശുദ്ധി കൂട്ടാനായിട്ടുള്ള ഫുഡുകൾ കഴിക്കാം. അപ്പൊ അത് എന്തൊക്കെയാ കഴിക്കേണ്ടത്? മഞ്ഞൾ കഴിക്കാം,
മഞ്ഞൾ കഴിക്കാന്ന് വെച്ചാൽ മഞ്ഞൾ നമുക്ക് തന്നെ കുടിക്കാനായിട്ട് പറ്റില്ല, നമ്മുടെ കറികളിൽ നന്നായി ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ബീട്രൂട്ട് കഴിക്കാം. ബീട്രൂട്ട് നമ്മുടെ രക്തം നല്ല രീതിയിലാക്കുന്ന ഒരു പച്ചക്കറിയാണ്. പിന്നെ ബ്രോക്കോളി നല്ലതാണ്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികള്, പിന്നെ അതുപോലെ ചെറുനാരങ്ങയുടെ നീര്, ഇതൊക്കെ നമുക്ക് കുടിക്കാം, ഡെയിലി കുടിക്കാം. പിന്നെ വെള്ളം നമുക്ക് 2-3 ലിറ്റർ കുടിക്കാം. ഇതൊക്കെ നമ്മുടെ രക്തം ശുദ്ധി വരുത്താനായിട്ട് സഹായിക്കും. ഓക്കെ. പിന്നെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് വ്യായാമം, എക്സസൈസ്. അപ്പോൾ ഒരുപാട് ഭയങ്കര അമിതമായിട്ടുള്ള എക്സസൈസ്, ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇതിന് വളരെ ലൈറ്റ് ആയിട്ടുള്ള, അങ്ങനെ ചെയ്യുന്നത് ഈ വെരിക്കോസ് വെയിന് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ അമിതമായിട്ടുള്ള എക്സസൈസിലേക്ക് പോകരുത്, വ്യായാമം ചെയ്യണം. അത് നടത്തമാണ് ഏറ്റവും അഭികാമ്യം. അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ നടക്കുക, വൈകുന്നേരം ഒരു അരമണിക്കൂർ നടക്കുക, മതി, അത്രേ വേണ്ടൂ. അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട്, ഈ വെയിറ്റ് കൂടാണ്ടിരിക്കാനും സഹായിക്കും. അതുപോലെ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ വ്യായാമം വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനിത് 8 കാര്യങ്ങൾ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും മറക്കാണ്ടിരിക്കുക. ഇത് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് വെരിക്കോസ് വെയിൻ പേഷ്യൻസിന് കിട്ടും. ഇനി നല്ല രീതിയിൽ കൂടുതലുള്ള ആളുകൾക്ക് വെരിക്കോസ് വെയിന്റെ ഔഷധങ്ങൾ നമ്മുടെ ആയുർവേദത്തിലുണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വിളിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.